रहता है, और उसको जब वो लाड़ प्यार करके चलते हैं उसी को हम आशा कहते हैं। 24 മണിക്കൂർ നിത്യതയെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ അത് വ്യത്യാസമല്ലേ? यदि एक व्यक्ति 24 घंटे अनंतता के विषय में सोचते और मनन करते रहेंगे तो അല്ലേ? क्या वो आशा नहीं है? കർത്താവിനെ കാണും, കർത്താവ്, അതാണ് പണ്ടുള്ള പ്രത്യാശ. പണ്ട് ഈ और വിശ്വസ്തന്മാർ തമ്മിൽ കാണുമ്പോ ശാലോം എന്ന് പറയും. ഇന്നെവിടാ പറയുന്നത്? ये पहले के समय के लोगों के अंदर की आशा इस प्रकार की थी कि वे हमेशा वो अनंतता के विषय में सोचते रहते थे, और एक दूसरे को सब जब मिलते थे वे शालोम कहकर एक दूसरे को स्वागत करते थे। വാനഗോളങ്ങൾക്കപ്പുറം വാഴുന്ന ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മൾ മുന്നോട്ട് നടത്തുന്നത്. और इस संसार या इस भूमंडल को पार करते हुए परमेश्वर की ओर तक पहुंचाने वाला वो सामर्थ्य और आशा है, उसी को हम आशा कहते हैं। നമ്മുടെ പ്രത്യാശ പെട്ടിക്ക് അപ്പുറമോ പെട്ടിക്ക് ഇപ്പുറമോ അല്ല. हमारी आशा जो है हमारे मृत्यु के उस पार है, यहाँ पर नहीं है। അറിയാത്ത ഒന്നിനു വേണ്ടിയില്ല, അറിയുന്ന ഒന്നിനു വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഒന്നിനകത്ത് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത്. हम जो जानते नहीं उसी में हम आशा रखते हैं, हमने जिसमें देखा नहीं है उसी में हम आशा बनाए रखते हैं। പൗലോസ് പറയാ, കാണുന്നതിനെ അല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാത്തതിനെ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഉണ്ടോ? എവിടെ पौलोस പ്രത്യാശ कहता വെച്ചിട്ടുണ്ട്? पौलोस इस प्रकार से कहता है कि जो अनदेखा है उसी में मैं आशा रखता हूं, क्योंकि जो देखने वाले हैं वो तत्कालीन है, जो अनदेखा है वो अनंतता के लिए रहता है। ഒന്നിനെ ആഗ്രഹിക്കുന്നു, അതിന് ഉറപ്പ് ലഭിക്കുന്നു, അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. एक चीज को हम इच्छा रखते हैं और उसी में हमें दृढ़ निश्चय हो जाता है, और उसी के लिए हम इंतजार करते हैं। ഈ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടല്ലേ? हमारे आशा का एक बुनियाद या नींव है। ഈ അടിസ്ഥാനം ദൈവവും ദൈവത്തിന്റെ വചനവുമായി. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രത്യാശ. ये जो नींव या बुनियाद जो है ये परमेश्वर का वचन और प्रभु है। യേശു പറഞ്ഞു ശിഷ്യന്മാരോട് പോകുന്ന സമയത്താ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങാം, പ്രശ്നം വരാം, പ്രതിസന്ധി വരാം, പക്ഷെ ഞാനും അപ്പനും പിതാവും ജീവനോടെയുണ്ട് എപ്പോഴും യുഗങ്ങളായി. അപ്പൊ ഈ ഞങ്ങളിൽ വിശ്വസിച്ചോളാം, ഞങ്ങളിൽ പ്രത്യാശ यीशु വെച്ചോളാം. यीशु मसीह इस प्रकार से कहता है कि तुम मुझ पर विश्वास करो और मेरे पिता पर तुम्हारा विश्वास होना चाहिए, क्योंकि जब तुम मुझ पर विश्वास रखोगे तो तुम्हारी आशा जो है बनाई रहेगी। तुम्हें कोई भी मुश्किलें आए, कोई भी तकलीफें आए, मैं तुम्हारा साथ हमेशा रहने वाला परमेश्वर हूँ। അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പ്രത്യാശയുടെ ദൈവം എന്ന് വിളിക്കുന്നത്. इसलिए हम अपना परमेश्वर को आशा का परमेश्वर इस प्रकार से हम पुकारते हैं। നമ്മുടെ പ്രത്യാശയുടെ ബേസ് എന്ന് പറയുന്നത് ദൈവവും ദൈവത്തിന്റെ വചനവും. हमारा आशा का बुनियाद और हमारा आशा का नींव जो है हमारा प्रभु और हमारा परमेश्वर का वचन है। ഒരു പാസ്റ്റർ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരേ സമയം ചിരിക്കുകയും കരയുന്ന രണ്ടു കൂട്ടരേ ഉള്ളൂ ഭൂമിയിൽ. एक पासवान इस प्रकार से प्रचार करते हुए मैंने सुना था कि एक ही समय हंसना और रोने वाला एक ही एक समाज इस दुनिया में है। ഒന്ന് ദൈവമക്കളും രണ്ട് വട്ടന്മാരും. एक है परमेश्वर के लोग और दूसरा है पागल लोग। അവര് എന്ത് ചിരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് കരയും, കരഞ്ഞോണ്ടിരിക്കും, പെട്ടെന്ന് ചിരിക്കും. ഇതുപോലെ നമ്മളും പെട്ടെന്ന് തകർന്ന് തരിപ്പണാവുമ്പോ പ്രത്യാശയോടെ ഒരു പാട്ട് കെട്ടിയാൽ നമ്മൾ അതൊക്കെ എറിച്ച് ആ ഹല്ലേലൂയ സ്തോത്രം. അப்புறம் വചനം കേൾക്കുമ്പം, വചനത്തിൽ ഈ പാട്ടിനകത്ത് വചനത്തിന്റെ കഷണമുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പം നമ്മള് പ്രത്യാശയോടെ അടുത്ത പോലെ പ്രത്യാശ കാലിലേക്ക് വ്യാപരിക്കും, കണ്ണുകളിൽ തിളങ്ങും, പിന്നെ ഓടുക. तो एक ही समय हंसने वाले और रोने वाले समूह में से इन दोनों को हम देखते हैं कि हम भी ऐसी है, कई बार हमारी रोने की परिस्थिति में एक आशा का गीत जैसे हम सुनते हैं तो हम जाग उठते हैं और खुशियों से भर जाते हैं। तो यही हमारी आशा और हमारा उम्मीद का कारण रहता है। ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശവപ്പെട്ടിക്കപ്പുറമായി പ്രത്യാശ കിടക്കുന്നത്, മരണത്തിനപ്പുറം. मैं इस प्रकार से आपसे थोड़ी देर पहले कहा कि हमारी मृत्यु के उस पार हमारी आशा रहती है। നമ്മൾ ഈ അടക്കം നടത്തുമ്പോൾ ഞങ്ങൾ ഒത്തിരി പേരെ മൂടിയിട്ടുണ്ട്.
നമ്മളെ ആരൊക്കെ മൂടും? തന്നെ മൂടാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ മൂടുമ്പം മണ്ണിട്ടിട്ട് വിളിച്ചു പറയും, ഈ ദ്രവത്തരമായ അദ്രത്വത്തെ പ്രാപിക്കും, ഈ മർത്യമർത്യത്തെ പ്രാപിക്കും, നേരിട്ട് കാണും. കണ്ടോ? പ്രത്യാശയല്ലേ? ശവക്കുഴിയിൽ നിന്നുകൊണ്ട് പാടുക. വേറെ എങ്ങനെ? എവിടെങ്കിലും ഹിന്ദുക്കളോ എങ്ങനെ കിടന്നു വിട്ടിട്ടുണ്ടോ? നമ്മൾ മൂടുമ്പം പറയും, ഇവിടം കണ്ട് ഇതിനപ്പുറം കാണും, നേരിൽ കാണും എന്നറിയും. പ്രത്യാശയാ. അത് നമുക്ക് മാത്രമുള്ള അനുഭവം. हमने बहुत सारे लोगों को दफ हमने बहुत सारे लोगों को दफनाया है, और हम नहीं जानते कि हमें कितने लोग दफनाने के लिए रहेंगे, परंतु जब हम दफनाई की सेवकाई को करते हैं तो हम प्रभु के वचनों को वहां पर पुकार कर कहते हैं कि ये अमरतता को जो है नाशवान शरीर जो है अविनाशी में बदल जाएगा, और इत्यादि बातों को जो हम कहते हैं। तो आपने कई और लोगों को ऐसे बोलते हुए सुना है क्या? केवल हम ही ये बात को कहते हैं क्योंकि हमारे अंदर एक आशा हमेशा रहते हैं कि हम मृत्यु के उस पार एक जीवन में प्रवेश करते हैं, हमारे प्रभु के साथ वो जीवन हम वास करते हैं। നിങ്ങളുടെ മുഖത്തൊരു പ്രത്യാശ ഒന്നുമില്ലല്ലോ. आपके चेहरे पे कोई आशा तो दिखाई नहीं दे रहा। പ്രത്യാശ ഒരു വാതില, ഒരു ഡോറ, ഒരു ഡോറ ഈ പ്രത്യാശ എന്ന് പറയുന്നത്. आशा जो है एक द्वार है हमारे लिए। ഹോശേയ 2:15 ഒന്ന് വായിച്ചു തരാമോ? ഹോശേയ ചാപ്റ്റർ 2:15. होसे नबी के पुस्तक 2 अध्याय उसका 15 वचन कोई पढ़कर मदद करना। वही मैं उसको दाख की बारियां दूंगा, और आकोर की को आशा का द्वार कर दूंगा, और वहां वह मुझसे ऐसी बातें कहेगी जैसे अपनी जवानी के दिनों में, अर्थात मिस्र देश से चले आने के समय कहती थी। അവിടെ നിന്ന് 15 അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി അഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ ഒന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ നിന്ന പോലെയും വിധേയയാകും. പ്രത്യാശ ഒരു വാതില. तो यहाँ पर वचन में इस प्रकार से हम पढ़ पाते हैं कि आशा जो है एक द्वार जैसा है। ഭാവിയിലേക്ക് തുറക്കുന്ന ഒരു വാതിലായി പ്രത്യാശ. भविष्य में हमारे लिए खोले जाने वाला एक द्वार है ये आशा जो हम ആ कहते हैं। ദൈവത്തിന്റെ കരങ്ങളിലാ. वो परमेश्वर के हाथों में उसका नियंत्रण है। അത് തുറക്കാനായി ദൈവത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം തുറക്കും. और वो द्वार खोलने के लिए परमेश्वर में आशा के साथ इंतजार करने वाले लोगों के लिए वो खुला जाता है। പ്രത്യാശ വാതിലാണ്. അത് പ്രതിസന്ധികളെ നേരിടുകയും വിജയിക്കുകയും ചെയ്യും. പ്രതികൂലത്തെ വിജയിക്കുന്ന ഒരു അനുഭവമായി പ്രത്യാശ അകത്തുള്ളവൻ കയറും. അടുത്ത ഇവിടെ വെക്കും, അത് നടന്നിട്ടില്ല. പ്രത്യാശ और आशा जो है एक द्वार है जो मुश्किल परिस्थितियों को सामना करते हुए जब वो आगे बढ़ेंगे तो उसी के लिए ये आशा का द्वार खोला जाता है। എബ്രായ ലേഖനം 8-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നത്, 6-ാം അധ്യായത്തിൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരമാണ്. ആത്മാവിന്റെ നങ്കൂരം. और इब्रानियों की पत्री में 8वें अध्याय में हम इस प्रकार से हम पढ़ते हैं कि ये आशा जो है हमारे आत्मा में एक लंगर के समान ये आशा को दिखाया जाता है। ഈ കപ്പലൊക്കെ നങ്കൂരമാണ്. നങ്കൂരം എവിടെ ലാൻഡ് ചെയ്യുമ്പം ഈ നങ്കൂരം ഇട്ട് നങ്കൂരത്ത് നിന്നിങ്ങനെ കപ്പൽ ആടിക്കൊണ്ടിരിക്കും. വെള്ളത്തിനകത്താ കപ്പല്. और हम ये बात को देखते हैं कि जब जहाज कहीं पर भी ठहरना होता है तो उसके लिए एक लंगर लगाए जाते हैं जिसी पे वो सारी जहाज का जो स्थिरता पाई जाती है। വെള്ളത്തിനകത്തൂടെ നങ്കൂരം കടന്ന് അടിച്ചെന്നിങ്ങനെ അതിന്റെ പുറത്തായി നങ്കൂരം നിൽക്കുന്നത് പോലെ ഒരു ദൈവത്തിന്റെ അവരിൽ പുഞ്ചിരിക്കാൻ കാരണം അവൻ ഇവിടെയല്ല അവന്റെ പ്രത്യാശ. അവൻ ജീവിക്കുന്ന ദൈവത്തിലാ. മരണത്തെ, ലോകത്തെ, എല്ലാത്തിനെ ജയിച്ചിരിക്കുന്ന ഒരു യേശുവിലാണ് എന്റെ നിങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് നമ്മൾ ചിരിക്കുന്നത്.
जिस प्रकार से जहाज का एक लंगर जो है पानी के अंदर से जाकर जैसे उसके तट पर जाकर वो जा बसता है, वैसे ही एक मसीह व्यक्ति का आशा इस दुनिया से या दुनिया पर इस परिस्थितियों से बढ़कर हमारे जीवित परमेश्वर यीशु मसीह के ऊपर हमारी आशा है। കപ്പലിങ്ങനെ ആടും. जहाज जो है पानी में हिलते रहते हैं, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. परंतु उसको कुछ हानि या उसको कुछ नुकसान नहीं होता। നമ്മൾ ഇളകും, ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ നങ്കൂരിങ്ങനെ കർത്താവിൽ ഇട്ടിരിക്കുക, അത് ചിരിച്ചോണ്ടിരിക്കുന്നത്. जो है हम हिलाए जाते हैं हमारे जीवन को, परंतु हमें कुछ होगा नहीं, क्योंकि हमने परमेश्वर पर हमारा उस लंगर को लगाए हुए हैं, आशा को बनाए हुए हैं। പക്ഷെ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, പക്ഷെ എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ച എന്നിൽ പ്രത്യാശ. അതാണ് കണക്ഷൻ. നമ്മൾ यीशु ഇവിടുമായിട്ടുള്ള കണക്ഷൻ, നമ്മൾ കർത്താവായിട്ടുള്ള കണക്ഷൻ. यीशु मसीह इस प्रकार से कहता है कि इस दुनिया में तुम्हें कष्ट और क्लेश है, परंतु तुम मुझ पर भरोसा रखो, क्योंकि मैंने दुनिया के ऊपर जय पाया हुआ परमेश्वर हूं। നങ്കൂരമില്ലേ നമ്മൾ തീർന്നു പോയി കേട്ടോ. यदि हमारे जीवन में वो लंगर नहीं रहेगा तो हम खत्म हो जाएंगे। നങ്കൂരമില്ല, അന്യഭാഷ പറഞ്ഞാലൊന്നും ഒരു പ്രയോജനമില്ല. और यदि लंगर ना रहे तो अन्य भाषा या कुछ भी करने से कोई फायदा नहीं रहेगा। ഈ ബന്ധമുള്ളതുകൊണ്ടല്ലേ ഏരിയ പിടിച്ചു തന്നു. परमेश्वर के साथ संबंध था, इसलिए एलिया अपनी परिस्थिति में दृढ़ खड़ा रह पाया। ഏരിയ ഇങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഈ ബാലിന്റെ പ്രവാചകന്മാരൊക്കെ തിളങ്ങി നിൽക്കുന്ന ഘട്ടത്ത് ഏരിയാവ് ഇങ്ങനെ പ്രാർത്ഥനയോടെ കത്തി നിൽക്കുക. उन दिनों में बाल की नबी जब बड़े सामर्थ में जब चल रहे थे, तो उस समय एलिया जो है परमेश्वर के साथ एक संबंध रखते हुए प्रार्थना में अपने समयों को बिता रहे थे। അകത്തിങ്ങനെ കത്തി 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 കാലിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക്. और एलिया के अंदर ये आग जलता रहा और वो आग उसके शरीर में कार्य किया और वो दौड़कर सीधा आहाब के उस महल में पहुंच गया था है। ഇനി ഇതെല്ലാം കഴിഞ്ഞ് കമറായ് പർവ്വത്തെ ശുശ്രൂഷൻ കഴിഞ്ഞ് ആഹാബിന്റെ കുതിര രഥത്തിൽ ഓടിച്ചതല്ലേ, അതുപോലെ എന്നെയും നിങ്ങളെയും ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ വളരെ ധൈര്യപ്പെട്ട് നമ്മൾ ചുവട് വെച്ച് പ്രതികൂലങ്ങളെ തകർത്ത് മുന്നേറുന്ന ഒരു അനുഭവമാണ് ക്രിസ്ത്യ ജീവിതം. അത് പ്രത്യാശ ഉള്ളതിനെ കണ്ടേ പറ്റത്തുള്ളൂ. एलिया को देखेंगे तो करमेल पर्वत में जो सेवकाई के पश्चात एलिया जो है आहाब के रथों के सामने वो दौड़ता जाता है। आमीन। एलिया अपने आप से दौड़ नहीं रहा था, उसे दौड़ा रहा था। उसी प्रकार से हमारी भी जीवन में मुश्किलों के मध्य में और तकलीफों में जब हम वचन में और परमेश्वर में हमारी आशा बनाए रखते हैं तो हमें आगे बढ़ने में वो मदद करता है। പ്രത്യാശ പ്രതിസന്ധികളെ നേരിടും, വിജയിക്കുകയും ചെയ്യും. आशा जो है मुश्किलों को सामना करते हैं और उसको पार करने में मदद करता है। പ്രത്യാശ പ്രശ്നം ഒത്തിരി ഉണ്ട്, പക്ഷെ നേരിടും, വിജയിക്കും. और जिनके अंदर आशा होती है उनके जीवन में समस्याएं भी बहुत होती हैं, परंतु वो सामना भी करते हैं और उसको उसमें पार भी हो जाते हैं। വിശ്വാസത്തിന് പരിശോധന ഉള്ളതുപോലെ പ്രത്യാശയ്ക്കുണ്ട് പരിശോധന. जैसे विश्वास जीवन में हमारे जीवन में मुश्किल और जो परखने का समय होता है, वैसे आमीन ऐसे आशा में भी हमारा परखे जाने का समय होता है। ഒരു മകൻ ജനിക്കുമെന്ന പ്രത്യാശ അബ്രഹാമിനുമില്ല, സാറയ്ക്കുമില്ല. एक बेटा जन्म होगा ऐसी एक आशा ना तो अब्राहम को थी ना तो सारा को था। എന്നാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രത്യാശിച്ചു, അല്ലേ? परंतु वचन इस प्रकार से कहता है कि उसने आशा के विरोध में आशा उसने अपने जीवन में रखा। 25 വർഷം കാത്തിരുന്നു. 25 साल तक वे इंतजार करते रहे। ദൈവത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. ये परमेश्वर की ओर से ही ये संभव हो सकता है। അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനമുണ്ട്, പ്രത്യാശയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. तो विश्वासियों का जीवन में एक बुनियाद है, उनके आशा का एक बुनियाद होता है। ഒരു ദൈവത്തിലും ദൈവദാസന്മാരും നിലകൊള്ളുന്ന 3 തൂണിന്മേല വിശ്വാസം, പ്രത്യാശ, ഇത് മൂന്നും പോയാൽ തീർന്നു. एक
परमेश्वर का दास और एक प्रभु का भक्त जो है अपना जीवन इन तीन जो है पिलर्स में अपना विश्वास या बुनियाद बनाए रखते हैं, विश्वास, प्रेम और आशा। ये तीनों यदि यदि चले जाए तो उसका जीवन खत्म हो जाएगा। 25 വർഷങ്ങളിലെ ഓരോ ദിവസവും വെല്ലുവിളികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം അബ്രഹാം ജയിക്കാൻ കാരണം ദൈവത്തിലുള്ള പ്രത്യാശയാണ്, നങ്കൂരം. 25 25 साल तक बहुत सारी चुनौतियों को वो अपने सामना करता रहा, परंतु इन सब में जीत पाने का पीछे का कारण ये था क्योंकि वो अंदर अपनी आशा को बनाए रखता था। നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 18-19 വാക്യം. എബ്രി हम ചാപ്റ്റർ एक और 6:19. हम एक और आयत को पढ़ेंगे, हिब्रानियों की पत्री 6 अध्याय उसका 16 और 17 वचन को। തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. അല്ല, ആണ എബ്രായ 6-ാം അധ്യായം 18-19. 18 19। അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ടു കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. മതി, ആത്മാവിന് നങ്കൂരം. ചേർന്നില്ല, ആത്മാവ് നങ്കൂരം ഇട്ടിരിക്കുക ദൈവത്തിൽ. तो यहाँ पर प्रभु का वचन इस प्रकार से कहता है कि उसकी 19वें आयत में वो आशा हमारे प्राण के लिए एक लंगर है जो स्थिर और दृढ़ है। ദൃഢ കണ്ടോ, നിശ്ചയമാണ്. ആത്മാവിൽ നങ്കൂരം ഇട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ പ്രതിസന്ധി പിടിച്ചിരിക്കുന്നത്, അല്ലെ? നങ്കൂരമില്ലേ, തീർന്നു. क्योंकि നങ്കൂരം ഇടാതെ കപ്പൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പോയി. तो हम जैसे जानते हैं कि बिना लंगर का एक जहाज अपने स्थान में स्थिर नहीं रह सकता, उसी प्रकार से हमारे प्राणों के लिए आशा का ये लंगर जो है हमें स्थिर और दृढ़ रहने में मदद करता है। ക്രിസ്തീയ ജീവിതത്തിന് പ്രതിസന്ധി ഉറപ്പിച്ചു നിൽക്കണമെങ്കിൽ ഈ നങ്കൂരം വേണം. मसीही जीवन में मुश्किलों के सामने और परिस्थितियों में यदि हमें स्थिर और दृढ़ बनाए रखना है तो ये लंगर होना जरूरी है। ലംഘനമില്ലാത്ത വിശ്വാസം പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി എത്ര വലിയ വലിയ വീരവാദം അടിക്കുന്ന പുള്ളിയാന്ന് പറഞ്ഞാലും നങ്കൂരമില്ല, തീർന്നു. ഓളം വരും, പ്രശ്നം വരും, തിരമാല വരും, പക്ഷേ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ. അതുകൊണ്ട് വചനം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശമുള്ളവർ ഏവരും ധൈര്യപ്പെട്ടിരിക്കാൻ. तो यदि एक विश्वासी जिसमें ये लंगर नहीं पाए जाते हैं, वे उसके जीवन ऐसी मुश्किलों में और परिस्थितियों के समय वो खड़े नहीं रह पाएंगे। वो अपने आप उस आंधी और तूफान में वो बह सकते हैं, आमीन, भटक सकते हैं। तो इसलिए परमेश्वर का वचन इस प्रकार से कहता है कि जो मसीह में विश्वास करते हैं वो वचन में दृढ़ रहना जरूरी है। ഒരിക്കലും പയ്യനെ ഒരു ദൈവസഭയിലെ വിശ്വാസിയെ, നല്ലൊരു പയ്യനെ, അവനെ തെറ്റ് പറ്റിപ്പോയപ്പോ സഭയിൽ നിന്ന് അവനെ മുടക്കി. एक एक जवान लड़का जो है एक अच्छा व्यक्ति था, परंतु एक बार उसके जीवन से ऐसी कुछ गलती होने के कारण कलीसिया ने उसको कलीसिया में आने से मना कर दिया। എല്ലാവരും അവനെ ഉപേക്ഷിച്ചു. सभी लोगों ने उसको त्याग दिया। അവസാനം എന്റെ പ്രാർത്ഥന റൂമിൽ ചെന്നു. पर आखिर में वे अपने प्रार्थना के कमरे में पहुंचता है। ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു അവൻ. वो परमेश्वर के साथ संबंध रखने वाला एक व्यक्ति था। നിലമാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ശബ്ദം അവന്റെ പ്രാർത്ഥന റൂമിൽ മുഴങ്ങി. वो अपने प्रार्थना के कमरे में घुटने में आकर वो प्रार्थना करने लगे तो एक आवाज उसके उस कमरे में गूंजने लगा। അവന്റെ കാലുകളിലും കണ്ണുകളും തിളങ്ങാൻ തുടങ്ങി. वो आवाज के कारण उनके हाथ और पैर चमकने लगे। വാക്യം എന്നറിയോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുന്ന വാക്ക് അവന്റെ ഹൃദയത്തിലോട്ട് അങ്ങ് പതിഞ്ഞു. वहां गूंजने वाला वचन इस प्रकार का था कि मैं तुम्हें कभी भी छोड़ने वाला और त्यागने वाला परमेश्वर नहीं हूं। ये सुनकर ही उसका जीवन बहुत प्रकाशित हो गया। ദൈവത്തിലുള്ള പ്രത്യാശയല്ല അവനെ പിടിച്ചു നിർത്തിയത്. प्रभु में जो आशा था वही उसे दृढ़ रहने में मदद किया।
ജോസഫിനെ വായിക്കുന്ന യോസേപ്പ് നീരുറവിനരികെ ഫലപ്രദമായ വിഷയം അവന്റെ മതിൽമേൽ പടരുന്നു. നോക്കി, അവന്റെ ജീവിതത്തിലെ പ്രത്യാശയല്ലേ. भजन संहिता में इस प्रकार से हम पढ़ते हैं कि यूसुफ जो है जल के किनारे में पाए जाने वाले फलवंत दाखलताओं के समान हैं, वे फैलते और बढ़ते जाते हैं। പത്രോസ് ഈ പ്രത്യാശയെ പറ്റി പറയുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാ, ജീവനുള്ള പ്രത്യാശ. और पतरस जब इस आशा के बारे में कहते हैं तो एक इस प्रकार से वो वर्णन करता है कि ये जीवित आशा है। അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന പ്രത്യാശ കണ്ടോ. और अंत के समयों में प्रकट होने वाला ये आशा। നമ്മുടെ പ്രത്യാശ ഉണ്ട് ഈ ശരീരമൊക്കെ മാറുമെന്നും നിത്യത കിട്ടുന്നൊക്കെ വലിയ പ്രത്യാശ ഉണ്ടല്ലേ. हमारे अंदर बड़ी एक आशा है कि ये शरीर में बदल जाएंगे और हमें अनंतता प्राप्त होगी, ये सब एक आशा में हम बैठते हैं। നമ്മുടെ കാലുകളെ ഈ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ അകത്തുള്ള പ്രത്യാശയാണ്. हमारे पैरों को इस पृथ्वी में दृढ़ रखने वाला हमारे अंदर जो आशा पाई जाती है उसी के कारण से हैं। അത് നമ്മൾ ആദ്യ കുറിവാക്യം വായിച്ചത് ഭാഗ്യകരമായ പ്രത്യാശ. और जैसे हमने पहले आयतों में पढ़ा था कि हमारा धन्य आशा जो है, നമുക്ക് ഈ പ്രത്യാശ ഒന്ന് പുതുക്കാം. आइए हम अपने इस आशा को फिर से नया करें। നമുക്ക് നങ്കൂരം ദൈവത്തിലിടാം. हमारा लंगर हम प्रभु में डाले, വചനത്തെ മുറുകെ പിടിക്കാം. वचन को हम दृढ़ आमीन पकड़ कर रखें। പത്രോസ് പറഞ്ഞ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന തേജസ്സോത്താൽ ഇവിടുത്തെ കഷ്ടമൊന്നും സാരമില്ലെന്ന്. पतरस इस प्रकार से कहता है कि अंतिम दिनों में जो आने वाली आशा के विषय में या महिमा के बारे में हम देखें तो इस समय में होने वाली कष्ट और क्लेश हमारे लिए कुछ भी नहीं है। അതിലെ ഈ നമ്മുടെ നമ്മുടെ ഏരിയ കറണ്ട് പോയി വിചാരിക്കുക. കറണ്ട് आप थोड़ा अनुमान कीजिए कि आपके इलाके में यदि बिजली चले जाए, മൊത്തം ഇരുട്ടല്ലേ. तब अंधेरा हो जाएगा, നമ്മുടെ അകത്തൊരു വെട്ടമുണ്ട്. परंतु हमारे अंदर एक ज्योति है। ഈ നാലാം സങ്കടത്തിൽ ദാവീദ് തകർന്ന് തരിപ്പണമായിപ്പോയി. चौथे भजन संहिता में हम उसके पृष्ठभूमि में पढ़ते हैं कि दाऊद जो है बहुत निराश होकर वो बहुत टूट चुका था। മുഴങ്കാൽ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചു. वो अपने घुटने में आकर एक प्रार्थना परमेश्वर से इस प्रकार से किया। പ്രാർത്ഥനയിന നിന്റെ മുഖപ്രകാശം എന്നിൽ ഉദിപ്പിക്കണമേ. वो इस प्रकार से प्रार्थना करता है कि परमेश्वर आपका मुख का प्रकाश मुझ पर चमकाए। ഈ സൂര്യൻ ഉദിക്കുന്ന കാണാൻ വേണ്ടി ചില കന്യാകുമാരി പോയിട്ടുണ്ട്. കന്യാകുമാരി സൂര്യൻ ഉദിക്കുന്ന കാണാൻ. कई लोग कन्याकुमारी में जाते हैं कि सूर्य उदय होने की उस दृश्य को वो देख सके। നല്ല രസം ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണാൻ. बहुत अच्छा लगता है कि जब वो सूर्य उदय हो रहा है ഉദിച്ചിങ്ങനെ വരുമ്പോൾ ഇരുട്ടെല്ലാം മാറി ഇങ്ങനെ വരുക. और जैसे ही सूरज उदय होकर आते हैं तो अंधकार सब मिटते जाता है। ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്റെ ഇരുളാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, തകർച്ചയാണ്, പക്ഷെ നിന്റെ മുഖപ്രകാശം എന്നിൽ ഉദിച്ചാൽ അടുത്ത വാക്യത്തിൽ പറയുന്നറിയാവോ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധിക ഹൃദയത്തിനകത്തോട്ട് തമ്പുരാൻ നൽകിയത്. കണ്ടോ, പിടിച്ചു തന്നെ. दाऊद इस प्रकार से प्रार्थना करता है दाऊद इस प्रकार से प्रार्थना करता है कि हे प्रभु, अब मेरे जीवन बड़े अंधकार के अवस्था में है, परंतु आप यदि अपना मुख का प्रकाश मुझ पर चमकाए तो मेरी जीवन में परिस्थिति बदल जाएगी। और जैसे आगे कहता है कि जब फसल और दाख मधु का बढ़ती जाने का समय में जैसे आनंद आता है वैसे आनंद मेरे जीवन में आ जाएगा। ഇന്ന് എന്നെ കേൾക്കുന്നവരാരെങ്കിലും നിരാശയുടെ പാതൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനവുമായി ചെല്ലുക, മുഴങ്കാൽ നിൽക്കുക, ദൈവത്തോട് പറയുക, നിന്റെ മുഖപ്രകാശം എന്നെ ഉദിപ്പിക്കണമേ. आज यदि मुझे सुनने वाले कोई भी ऐसे अंधकार और ऐसी निराशा की अवस्था से जा रहे हैं तो आप प्रभु की उपस्थिति में जाए, आपके प्रार्थना के कमरे में जाए और प्रार्थना करें कि प्रभु आपका मुख का प्रकाश मुझ पर चमकाए। ഈ 25 വർഷം മുമ്പ് ലക്നൗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ലക്നൗ 25 साल पहले लखनऊ नाम के इस क्षेत्र में एक ऐसी घटना हुई। ഒരു ആഫ്രിക്കൻ മിഷൻ അവിടെ ഒന്ന് ക്രൂസൈഡ് നടത്തി. ആഫ്രിക്കൻ മിഷനറി एक अफ्रीकन मिशनरी वहां पर आकर एक क्रूसेड को चलाया। അവിടെ വന്നപ്പോ ഒരു മുടമ്പനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിന്റെ പ്രസംഗം ഇവിടെ നടക്കണമെങ്കിൽ ഇവന് വേണ്ടി ഇവനെ സൗഖ്യമാക്കാൻ പറഞ്ഞു.
तो वहां पर हम देखते हैं कि एक लंगड़े व्यक्ति को वहां पर ले आकर लोगों ने खड़ा किया और कहता है कि आप अगर प्रचार करना है तो पहले इस व्यक्ति को चंगाई कर कर दिखाएं। ഈ ആഫ്രിക്കൻ മിഷനറി പ്രാർത്ഥിച്ച് ഒന്നും സംഭവിച്ചില്ല. പുള്ളി നിരാശപ്പെട്ട് പ്രസംഗം നിർത്തി തിരിച്ച് ആഫ്രിക്ക തിരിച്ചു പോയി. ये अफ्रीकन मिशनरी जो है प्रार्थना किया, फिर कुछ भी वहां पर हुआ नहीं, तो ये निराश होकर अपने प्रचार समाप्त करते हुए अपने देश लौट कर चले गए। റൂം അടച്ചിട്ട് നിലമ്പാട് വീണ് കരഞ്ഞു 21 days. अपने कमरे बंद रख के 21 दिन वे प्रभु की उपस्थिति में बैठकर रोने लगा। ശരിക്ക് കരഞ്ഞു. अच्छे से वे अपने आंसू बहाकर रो रहे थे। 18ാമത്തെ ദിവസം ആ റൂമിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. 18वें दिन परमेश्वर उस कमरे में उतर कर आया। അവൻ ചോദിച്ചു, ഞാൻ ആ പ്രാർത്ഥിച്ചപ്പോ നീ എവിടെയായിരുന്നു? तो वो इस प्रकार से परमेश्वर से पूछने लगा कि उस दिन में जब प्रार्थना कर रहा था तो आप कहाँ थे। ആ പ്രത്യാശയോടെ, ആ കത്തലോടെ, ആ നങ്കൂരം ഇട്ടുകൊണ്ട് തിരിച്ച് ലക്നൌവിലേക്ക് കടന്നുപോയി. और वही आशा के साथ, वही सामर्थ्य के साथ परमेश्वर में अपना लंगर डालकर वे लौट कर लखनऊ में आए। അന്നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആ മുടന്തനെ കൊണ്ടുവന്നു. और उस दिन फिर से जब वो प्रचार करने लगा तो लोगों ने उस लंगड़े व्यक्ति को वहां पर ले आया। വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ സൗഖ്യമായി. वचन प्रचार करते समय वो व्यक्ति वहां पर चंगाई पाए ദേശം ഇളകി മറിഞ്ഞു. और वहां पर बड़ा हलचल होने लगा। എന്താ കാര്യം? कारण क्या है? ഈ മനുഷ്യനും ദൈവമായിട്ട് അങ്ങ് അടുത്തു ദൈവത്തെ പ്രത്യാശ വെച്ചു. ये मनुष्य जो है परमेश्वर के साथ एक घनिष्ठ संबंध में चला गया और प्रभु में उस आशा उसने बनाए रखा। Put your hope in the Lord. अपनी आशा परमेश्वर पर रखे ദൈവം പ്രവർത്തിക്കും, നമുക്ക് പ്രത്യാശിക്കാം. और प्रभु कार्य करेगा, इसकी आशा हम अपने जीवन में ഈ रखेंगे। അവസ്ഥ മാറുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം. हमारी ये परिस्थिति बदल जाएगी, इस प्रकार हम आशा रखें। ഈ സാഹചര്യം മാറുന്നത് പ്രത്യാശിക്കാം. हमारे सारी परिस्थितियां बदल जाएगी, इस प्रकार से हम आशा बनाए എന്റെ रखें। അവസ്ഥ മാറുന്നത് പ്രത്യാശിക്കാം. मेरे जीवन की स्थिति बदल जाएगी, इस प्रकार से हम आशा बनाए ഈ रखें। പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ये आशा जो है आत्मा का एक लंगर है നമുക്ക് അതിനകത്ത് ഇട്ടോണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. और हम वो लंगर डालकर हम खुशी और हंसी के साथ रहेंगे। സാഹചര്യങ്ങളെല്ലാം മാറും. हमारी परिस्थिति सब बदल जाएंगे। പത്രോസെ വിളിക്കുന്ന ജീവനുള്ള പ്രത്യാശ എന്ന. पतरस इस प्रकार से कहता है कि ये एक जीवित आशा है। പത്രോസ് ഇവിടെങ്ങും പ്രത്യാശ വയ്ക്കല്, വരുവാനുള്ള കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചോളാൻ. പൂർണ്ണ പ്രത്യാശ. और पतरस इस प्रकार से कहता है कि अब यहाँ वर्तमान परिस्थिति में आप आशा बनाए ना रखे, परंतु आने वाला वो यीशु मसीह के दोबारा आगमन में आप अपनी आशा बनाए रखना है। ഇവിടെങ്ങും പ്രത്യാശ വയ്ക്കരുത്. നമ്മൾ പത്രോസ് कहता- വരുവാനുള്ള കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചോളാൻ. और पतरस कहता है कि यहाँ पर किसी चीज पे अपनी आशा ना रखे, परंतु यीशु मसीह के दोबारा आगमन में आप अपनी आशा बनाए रखना है। അവന്റെ പ്രത്യക്ഷതയിൽ നാം രൂപാന്തരപ്പെടും. परमेश्वर की आशा में या परमेश्वर की दोबारा आगमन में हम रूपांतरित हो जाएंगे। ഇവിടുത്തെ കഷ്ടങ്ങൾക്ക് അറിഞ്ഞു വരും. यहाँ के जो कष्ट और क्लेश हैं उसमें एक अंत होगा അവനോട് നിത്യനിത്യ യുഗങ്ങൾ വസിക്കും. और अनंतता का युगों में हम वास करेंगे। അതാണ് പ്രത്യാശയുടെ ആത്യന്തിക അനുഭവം. और यही आशा का एक महत्वपूर्ण अनुभव है। അതുകൊണ്ട് വചനം പറയുന്ന ദൈവത്തിൽ പ്രത്യാശമുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക. इसलिए वचन इस प्रकार से कहता है कि जो परमेश्वर पर आशा रखते हैं वो धीरज बनाए रखे। ഈ ലോകത്തിന്റെ സിസ്റ്റത്തെയല്ല, ലോകത്തെ ജയിച്ചവനിലാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ये लोग इस दुनिया का सिस्टम या प्रणाली में नहीं, परंतु इस दुनिया के ऊपर जय पाया हुआ परमेश्वर पर हम आशा रखते हैं। നമ്മൾ പ്രത്യാശ ആരില്ല? മരണത്തെ, ലോകത്തെ, ഇതിന്റെ എല്ലാ സിസ്റ്റത്തെയും ജയിച്ച യേശുവിനാണ് നമ്മുടെ പ്രത്യാശ.
हमारी आशा किस पर है? इस संसार को, इस दुनिया को, सबको ऊपर जय प्राप्त किया हुआ एक प्रभु यीशु में हम आशा रखते हैं। തിരമാല കടന്ന് കടന്നു വരാം, മുക്കിക്കളയത്തില്ല. കാരണം നമ്മെ നിയന്ത്രിക്കുന്നവനിൽ, വിളിച്ചവനിൽ പ്രത്യാശ വയ്ക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ സജൻ. കർത്താവ് അനുഗ്രഹിക്കും. आंधी तूफान आपके जीवन में आएंगे, परंतु बुलाया हुआ परमेश्वर पर अपनी आशा बनाए रखे। इन वचनों के द्वारा प्रभु हम सबको अनुग्रह और आशीष दे।